മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ സമ്മാനിച്ച അമ്മ ശാന്തകുമാരി വിടവാങ്ങിയിരിക്കുന്നു. കൊച്ചിയിലെ എളമക്കരയിൽ വെച്ചായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗം. 90 വയസ്സായിരുന്നു. എല്ലാവരും ഇപ്പോൾ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനം അവിടെയാണ് പുരോഗമിക്കുന്നത്. മകൻ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് തന്നെ നിൽക്കുമ്പോഴും മകൻ്റെ 3 സിനിമകൾ കാണാൻ കൂട്ടാക്കാത്ത ഒരമ്മ കൂടിയായിരുന്നു അത്. വർഷങ്ങൾക്ക് മുൻപൊരു അഭിമുഖത്തിൽ അമ്മ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. കിരീടം, ചെങ്കോൽ, താളവട്ടം തുടങ്ങിയ 3 ചിത്രങ്ങൾ അമ്മ കാണില്ല. അത്രത്തോളം മകൻ സങ്കടപ്പെടുന്നതും മകൻ ആക്രമിക്കപ്പെടുന്നതൊന്നും കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരമ്മ കൂടിയായിരുന്നു മോഹൻലാലിൻ്റേത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക എന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ ലഭിക്കുന്നുണ്ടോ? മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ ലോകത്തു നിന്നുള്ളവർ, അതോടൊപ്പം തന്നെ ബന്ധുക്കൾ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും സംസ്കാര ചടങ്ങുകൾ സംബന്ധിയായ കാര്യങ്ങൾക്ക് അതിനൊരു രൂപമായിട്ടുണ്ട്. വൈകിട്ട്, അതായത് രാത്രിയോടുകൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുശേഷം മുകളിലെ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് എത്തിക്കും. തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം നടക്കുക. നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാവുന്നത് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് മലയാള സിനിമാ ലോകം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും അന്തിമോപചാരം അർപ്പിക്കുകയും മോഹൻലാലിനെ കണ്ട് സമാശ്വാസം പറയുകയും ആശ്വസിപ്പിച്ച് കടന്നു പോവുകയും ചെയ്യുന്നത് എല്ലാ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന എളമക്കര എന്ന് പറയുന്ന ഒരു പ്രദേശം ഇടപ്പള്ളി അടുത്താണ്. ഇവിടെ നിന്ന് ഈ വഴികൾ എല്ലാം തന്നെ, കാരണം ഇവിടേക്ക് വീടന്വേഷിച്ചെത്തുന്ന ആളുകൾ തന്നെയാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. പല ഇടങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാവരും ഈ വശത്തേക്ക്, ഈ ഒരു ചെറിയ പ്രദേശത്തേക്ക് ഇവിടേക്ക് വരുന്നു. ചികിത്സാർത്ഥമാണ് മോഹൻലാൽ ഇവിടേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഈ വീടും പുരയിടും സ്വന്തമായി വാങ്ങിച്ചത്. അതിനുശേഷം ഇവിടെ അദ്ദേഹം സ്ഥിരതാമസമാക്കുകയായിരുന്നു. പിന്നീട് അമ്മയുടെ ചികിത്സയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് വൈറ്റ്ലയിൽ കുറച്ച് നാളുകൾ മുമ്പ് ഫ്ലാറ്റ് വാങ്ങുകയും അവിടേക്ക് മാറുകയും എല്ലാം തന്നെ ചെയ്തത്. പിന്നീട് അമ്മയുടെ ചികിത്സ തുടർന്നതുകൊണ്ട് തന്നെ ഇവിടെ സമീപത്തുള്ള അമൃത ആശുപത്രിയിലാണ് ചികിത്സ നടക്കുന്നത്. അതുകൊണ്ട് യാത്രാ സൗകര്യത്തിനും മറ്റുമായി ഇവിടെ അമ്മ തുടരുകയും ഇവിടെ ആശുപത്രിയിലെ പോലെ തന്നെ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് ആ ചികിത്സ നടത്തുകയും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയുമായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 11 വർഷത്തോളമാകുന്നു അദ്ദേഹം അമ്മ ഇവിടെ പക്ഷാഘാതത്തെ തുടർന്നുള്ള ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാ തിരക്കുകളിലും മോഹൻലാൽ, നമുക്കറിയാം മോഹൻലാൽ ഒരു പാൻ ഇന്ത്യൻ നടനെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. എല്ലാ തിരക്കുകൾക്കിടയിലും അമ്മയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു സമയം അത് എപ്പോഴും മാറ്റിവെച്ചിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. വീട്ടിലേക്ക് പറ്റാവുന്ന സമയങ്ങളിലെല്ലാം എത്തുകയും ഒരുപാട് സമയം അമ്മയ്ക്കൊപ്പം ചെലവഴിക്കുകയും കടന്നു പോവുകയും എല്ലാം ചെയ്യുന്ന ഒരാൾ. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയിലായിരുന്നു. ഇവിടെ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 3 മാസത്തോളമായി രോഗാവസ്ഥ അല്പം ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള മെഡിക്കൽ ടീം അംഗങ്ങളെല്ലാം തന്നെയും അത് കൂടുതലും ശ്രദ്ധിച്ചും ആ വിവരങ്ങളെല്ലാം തന്നെ മോഹൻലാലിനെ അറിയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണസമയത്തെല്ലാം തന്നെ മോഹൻലാലിനും കുടുംബത്തിനും എല്ലാം തന്നെ ഇവിടേക്ക് അതിന് മുൻപായിട്ട് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സമയമെല്ലാം അദ്ദേഹവും ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൊതുദർശനമകത്ത് സജ്ജമാക്കിയ പൊതുദർശനം പൂർത്തീകരിച്ച ശേഷം മൃതദേഹം തിരുവനന്തപുരത്തേക്ക്, സ്വദേശം എന്നെല്ലാം തന്നെ പറയാവുന്ന തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു പലപ്പോഴും ആലങ്കാരികമായി പറഞ്ഞു പോകുന്ന ഒരു അമ്മ മകൻ ബന്ധം, അതിൻ്റെ രൂഷ്മളത എന്നതല്ല. എല്ലാവർക്കും, മോഹൻലാലിനെ അറിയാവുന്ന എല്ലാവർക്കും അവർക്ക് തൊട്ടറിയാവുന്ന രീതിയിൽ തന്നെയായിരുന്നു അത്. കാരണം അത്രത്തോളം കരുതലും സ്നേഹവും
അനുകമ്പയും എല്ലാം പരസ്പരം പകർന്നുകൊണ്ട് ഇരുന്ന രണ്ടു പേരായിരുന്നു. എല്ലാ തിരക്കുകളിലും ഓടിയെത്തുമ്പോൾ പ്രിയപ്പെട്ട മകനെ ചേർത്ത് നിർത്തി ലാലു എന്ന് വിളിക്കുന്ന അമ്മയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല അഭിമുഖങ്ങളിലും അപ്പ തന്റെ മകനോടുള്ള ആ ഒരിഷ്ടവും കരുതലും എല്ലാം തന്നെ പ്രതിപാദിക്കുകയും ചെയ്യാറുണ്ട്. പല സിനിമകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമകളിൽ മകന് മർദ്ദനമേൽക്കുന്നതോ അല്ലെങ്കിൽ അത്തരം രംഗങ്ങൾ, സങ്കട രംഗങ്ങളെല്ലാം വരുമ്പോൾ കാണാൻ കഴിയാതെ മുഖം തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സിനിമകൾ കണ്ടു പൂർത്തിയാക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സ്നേഹവതിയായ ഒരമ്മ. അതാണ് പലപ്പോഴും നമ്മൾ ആ വാക്കുകളിൽ നിന്ന് നമ്മൾക്കത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. അത്രത്തോളം ആർദ്രതയുണ്ടായിരുന്നു, അത്രത്തോളം കരുതലുണ്ടായിരുന്നു അവരുടെ ഒരു സ്നേഹത്തിന്. കഴിഞ്ഞ വർഷമാണ് ആ ഒരു ജന്മദിനമാണ്, 90-ാം ജന്മദിനമാണ്. വളരെ വിപുലമായി മോഹൻലാൽ തന്റെ സൗഹൃദ സദസ്സുകൾക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് മുന്നിലേക്ക് അമ്മയെ സ്നേഹത്തോടെ കൊണ്ടുവരികയും എല്ലാം ചെയ്ത കുറേയധികം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പിന്നീട് നമ്മൾ കാണുകയുണ്ടായിരുന്നു. അന്ന് കുറച്ചു നാളുകൾക്ക് ശേഷമാണ്, കാരണം അമ്മ ഒരു രോഗാവസ്ഥ കുറച്ച് ഭേദപ്പെട്ട ശേഷമായിരുന്നു ആ ഒരു പിറന്നാൾ ദിനത്തിലേക്ക് എത്തുന്നത്. ആ പിറന്നാൾ ദിനത്തിലേക്ക് പലയിടങ്ങളിൽ നിന്നായി മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇവിടേക്ക് വരികയും അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികൾ പാടുന്ന കുട്ടികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ അവർ അമ്മയ്ക്ക് മുന്നിൽ ഗാനങ്ങൾ അർപ്പിക്കുകയും എല്ലാം ചെയ്ത് വളരെ പ്രസന്നവതിയായ വിഷ്വൽസിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രസന്നവതിയായ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ, ശാന്തകുമാരി അമ്മയെ നമുക്ക് ആ ചിത്രങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും. മോഹൻലാലും അത് അന്ന് വളരെ സന്തോഷവാനായിട്ട് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കാരണം അമ്മ ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്നൊരു സൂചനകളിലും സന്തോഷത്തിലും എല്ലാം തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു സന്തോഷം, അതിൻ്റെ ഒരു നിറവിൽ തന്നെയായിരുന്നു എല്ലാവരും തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാവരും ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് രോഗാവസ്ഥ അല്പം കൂടി മൂർച്ഛിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ 3 മാസമായി ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചികിത്സിച്ചവരും എല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മോഹൻലാലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അന്തിമോപചാരം അർപ്പിക്കുന്നു. നിരവധിയായ നടന്മാരടക്കം ഇവിടേക്ക് വന്നിരിക്കുന്നു. അവർ മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരടക്കമുള്ളവർ, അങ്ങനെ നിരവധി പേർ, നടന്മാരും സംവിധായകരും ഉൾപ്പെടെ ഒട്ടനവധി പേർ ഇവിടേക്ക് വന്നിരിക്കുന്നു. അവർ അന്തിമോപചാരം അർപ്പിച്ച് മോഹൻലാലിനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ തന്നെയാണ് അവർ പലപ്പോഴും തുടരുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് ആദ്യഘട്ടത്തിൽ 6 മണി എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അല്പം കൂടി വൈകാനുള്ളൊരു സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. റോഡ് മാർഗമായിരിക്കും